നമ്മുടെ ജീവിതത്തിൽ നിന്നേ 3 കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ തിരിച്ചു കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. അതായത് ഒന്നാമത്തെ പുസ്തകം കൈമറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുന്നത് അത് ചിന്ന ഭിന്നമായ ശേഷമായിരിക്കും മിക്കവാറും തന്നെ കിട്ടുന്നത്. ചിലർക്ക് കിട്ടുക പോലുമില്ല. അതേപോലെ രണ്ടാമത്താണ് സ്ത്രീകൾ. പെണ്ണുങ്ങളെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കൈമറിഞ്ഞു പോകുന്ന സ്ത്രീകളാണെങ്കിൽ പിന്നീട് കിട്ടുന്നത് അവരെ ഭ്രഷ്ട് കൽപ്പിക്കുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ടും ഒരു പ്രയോജനമില്ലല്ലോ. മനസ്സിലായില്ലേ എങ്ങനത്തെ സ്ത്രീകളാണെന്ന്. മൂന്നാമത്തെ പണം ആണ്. പണം നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ശകലിച്ചായിരിക്കും. 1,00,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5,000 രൂപയും 1,000 രൂപയും ഒക്കെ വെച്ച് തിരിച്ചു കിട്ടുന്ന അവസ്ഥയിലേക്കും എത്തും. അപ്പം നമ്മൾ ചിന്തിക്കുക, ഈ 3 കാര്യങ്ങൾ സൂക്ഷിച്ച് മാത്രമേ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാവുള്ളൂ. അല്ലെങ്കിൽ ദാനമായിട്ട് കൊടുത്തേക്കുക, പോകുന്നത് പോകട്ടെ എന്ന് വെച്ച് മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഉറപ്പായ കാര്യമാണ്. ഉള്ള ബന്ധങ്ങളും കൂടെ ഇല്ലാതെയാവുകയും ചെയ്യും. ശരിയാണോ ഞാൻ ഈ പറഞ്ഞത്?